ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ കാലാവധി 6 ആഴ്ച കൂടി നീട്ടി ഹൈക്കോടതി. വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷണം നടത്തണമെന്ന് കോടതിയുടെ നിർദ്ദേശം. അയ്യപ്പ ഭഗവാന്റെ പവിത്രമായ സ്വത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ബാധ്യതയാണെന്നും നിരീക്ഷണം. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ED അന്വേഷണത്തിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ EDയുടെ അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തത്. EDയുടെ അന്വേഷണം ആകാം. കേസിന്റെ FIR രേഖകളടക്കം ആവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷ തള്ളിയ റാന്നി മജിസ്ട്രേറ്റ് കോടതി നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. കൂടുതൽ കാര്യകാരണങ്ങൾ ഉൾക്കൊള്ളിച്ച് ED സമർപ്പിക്കുന്ന പുതിയ അപേക്ഷ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് രേഖകൾ നൽകാനാകില്ലെന്ന മജിസ്ട്രേറ്റ് കോടതിയുടെ നിലപാട് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കിയെന്നും ഇടപെടൽ വേണമെന്നുമായിരുന്നു ആവശ്യം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നതുകൊണ്ട് കേസ് രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. പക്ഷേ ഈ തീരുമാനം തള്ളിയ ഹൈക്കോടതി EDയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാനും നിർദ്ദേശിച്ചു. ഇതോടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന് പുറമെ EDയുടെ സമാന്തര അന്വേഷണത്തിനുള്ള സാധ്യതകളും കൈവന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന് അന്വേഷണ കാലാവധി 6 ആഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തലവൻ നേരിട്ട് ഹാജരായി സമർപ്പിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതി സമയം നീട്ടി നൽകിയത്. ശ്രീകോവിൽ പ്രധാനവാതിലിന്റെ 2018-19 ഇടപാടുകളുടെയും വാതിൽപ്പാളി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട 2014 മുതൽ 2025 വരെയുള്ള കാര്യങ്ങളുടെ അന്വേഷണം ശൈശവാവസ്ഥയിലെന്ന് SIT സംഘം കോടതിയെ അറിയിച്ചു. അയ്യപ്പ ഭഗവാന്റെ പവിത്രമായ സ്വത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ബാധ്യതയെന്നും നിരീക്ഷിച്ച ദേവസ്വം ബെഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം ആകണമെന്നും പ്രത്യേക സംഘത്തെ ഓർമ്മിപ്പിച്ചു. ജനം, കൊച്ചി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മന്ത്രിമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ CPM നടപടിയെടുക്കാത്തത് ദുരൂഹമാണെന്നും നടപടി സ്വീകരിച്ചാൽ അവർ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പാർട്ടിക്ക് ഭയമാണെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലിലടച്ചത് മാത്രമല്ല, ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതെല്ലാം മന്ത്രിമാരുടെ അറിവോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കേരള മാർഗനിർദ്ദേശക് മണ്ഡൽ. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നിട്ടും സ്വർണ്ണക്കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. സനാതനധർമ്മ മൂല്യങ്ങളെ അംഗീകരിക്കുന്നവർക്കാകണം വിശ്വാസികളുടെ വോട്ടെന്നും മാർഗനിർദ്ദേശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി വ്യക്തമാക്കി. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ല. ക്ലേശങ്ങളെല്ലാം സഹിച്ചെത്തുന്ന ഭക്തർ കാണിക്കയായി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുകയാണ്. ശബരിമലയിൽ നിന്ന് 4.5 കിലോയോളം തങ്കപ്പാളിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും മാർഗദർശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധർമ്മമൂല്യങ്ങളെ അംഗീകരിക്കുന്നവർക്ക് അംഗീകാരം നൽകാനുള്ള വിവേകം ഹിന്ദു സമാജം കാണിക്കണം. ക്ഷേത്രങ്ങളിൽ യാതൊരു സംവിധാനവും ഭക്തർക്കുമായിട്ട് അനുവദിക്കുന്നില്ല എന്നത് മാത്രമല്ല, ക്ഷേത്ര സ്വത്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വരെയായിട്ട് തീർന്നിരിക്കുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഹിന്ദു ആരാധനാലയങ്ങളുടെ ക്ഷേത്ര ഭൂമികൾ പലതും അന്യാധീനപ്പെട്ടു പോകുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളിലെ കസ്റ്റോഡിയൻസായിട്ട് പ്രവർത്തിക്കുന്നത്. ഭരണകൂടം നിർമ്മിക്കുന്നതിലേക്ക് ഏറ്റവും കൃത്യതയോടുകൂടി ഹിന്ദു സമാജം തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർഗദർശക മണ്ഡലം അഭ്യർത്ഥിക്കുകയാണ്, ഹിന്ദു സമാജത്തിലെ ഓരോരുത്തരുടെ അഭ്യർത്ഥിക്കുകയാണ്, ഹിന്ദു സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയും സനാതനധർമ്മത്തെ വിശ്വസിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ മാത്രം, അവർക്ക് വേണ്ടി മാത്രം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. ഇത് മാർഗദർശക മണ്ഡലത്തിൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് പരിഗണിക്കണം. ക്ഷേത്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ബോൺസർമാരെ നിയമിക്കുന്ന സ്ഥിതി വരെയുണ്ടായി. ഒടുവിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു. ക്ഷേത്ര സ്വത്തുക്കൾ മോഷ്ടിക്കുന്ന സ്ഥിതിയാണെന്നും മാർഗദർശക് മണ്ഡൽ കുറ്റപ്പെടുത്തി.
മാർഗദർശക് മണ്ഡൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്വാമി അയ്യപ്പദാസ്, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി വേദാമൃതാനന്ദപുരി, സ്വാമി പ്രാണവാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. PM ശ്രീ പദ്ധതിയിൽ CPM-നെയും LDF സർക്കാരിനെയും വെട്ടിലാക്കുന്ന പ്രസ്താവന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ. ഇക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യസഭയിലായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലുണ്ടായത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ പ്രതിരോധത്തിൽ CPM-നെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പൂർണ്ണ സമ്മതം നൽകിയിരുന്നു. അങ്ങനെ കേരളവുമായി പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. അതിന് പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് പറയുമ്പോൾ അവർ പുറത്തു പറയുന്നതും അകത്ത് നടക്കുന്നതും എന്താണ് എന്ന് വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കുകയാണ്. ശ്രീകാന്ത്. നീലിമ, ഈ രാജ്യസഭയിൽ മുൻപൊരിക്കൽ ഈ ഭരണപക്ഷ ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് മുന്നമാരെ ഈ സംസ്ഥാനം തിരിച്ചറിയും, അല്ലെങ്കിൽ ഈ രാജ്യം തിരിച്ചറിയും. മുന്നമാരെ ആ ഭാഗത്ത് ഭരണപക്ഷ ബെഞ്ചുകളിൽ മുന്നമാരുണ്ട്, ആ മുന്നമാരെ തിരിച്ചറിയും എന്നാണ് അന്ന് മലയാളികളായ MP-മാരിരിക്കുന്ന ഭാഗത്തേക്ക് ഭരണപക്ഷ ബെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ആ സാക്ഷാൽ മുന്നയെ തിരിച്ചറിയുകയാണ് കേരളം. അതായത് ആ മുന്നയുടെ പേര് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതാണ്. CPM-ന്റെ രാജ്യസഭാ MP ആണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കുന്നു. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കാനും കേന്ദ്രമന്ത്രി മറന്നില്ല. രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൽ പറയുന്നത് സർവ്വസമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്ന് കണ്ട് സമ്മതം അറിയിച്ചിരുന്നു എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ശിവൻകുട്ടി രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പ്രസംഗിച്ച ഹിന്ദി പ്രസംഗം തർജ്ജിമ ചെയ്ത് കേൾക്കുന്നത് കൂടി നന്നായിരിക്കും. ഈ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെയും മലയാളികളെയും വഞ്ചിക്കുന്ന അവരുടെ നിലപാട് രാജ്യസഭയിലാണ് തുറന്നു കാട്ടിയത് മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. അതായത് എല്ലാത്തിനും പാലത്തോട് പാലമായി നിന്ന ജോൺ ബ്രിട്ടാസ് പരസ്യമായി പ്രസ്താവനകൾ ഇറക്കുമ്പോൾ PM ശ്രീയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥ മുന്ന ആരെന്ന രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്ന് തുടരുക ശ്രീകാന്ത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി ശ്രീകാന്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിന്റെ മുന്ന ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ചില അപഹാസ്യ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു. മരിച്ചവരിൽ 5 പേർ വനിതാ മാവോയിസ്റ്റുകൾ. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യുണ്ടായി. ബിജാപൂർ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ശ്രീകാന്ത് നൽകും വിവരങ്ങൾ. ശ്രീകാന്ത് പറയൂ. ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റ് കൊടും ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ സുരക്ഷാ സൈന്യം. മാർച്ച് 31, 2026 ഈ മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് അവസാനം കുറിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബീജാപൂർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിരിക്കുന്നു സുരക്ഷാ സേന. 5 പേർ അതിൽ വനിതാ മാവോയിസ്റ്റ് ഭീകരരാണ് എന്നോർക്കണം. ഇവർക്ക് ഇതിൽ പല ആളുകളുടെയും തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നവർ കൂടിയാണ്. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഒരു തരത്തിലും പിന്നോക്കം പോകില്ല എന്നും ഈ ആയുധം താഴെ വെച്ച് കീഴടങ്ങി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് പോവുക മാത്രമാണ്
മാവോയിസ്റ്റുകൾക്ക് മുന്നിലുള്ള അവസാന പോംവഴിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 12 മാവോയിസ്റ്റുകൾ കൂടി കൊല്ലപ്പെട്ടത്. 3 സുരക്ഷാ സൈനികർ വീരമൃത്യു വരിച്ചു. ശരി ശ്രീകാന്ത്. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് നെഹ്റുവിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. പട്ടേലിന് അർഹമായ പ്രാധാന്യം നൽകാൻ നെഹ്റു കുടുംബം ഒരിക്കലും തയ്യാറായില്ലെന്നും രാജ്നാഥ് സിംഗ് വിമർശിച്ചു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് അയോധ്യയിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ ആലോചിക്കുകയും അതിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മാത്രമാണ് ആ നീക്കത്തെ ശക്തമായി എതിർത്തത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മസ്ജിദ് നിർമ്മിക്കാനാകില്ലെന്ന് പട്ടേൽ ശക്തമായി നിർദ്ദേശിച്ചതോടെ നെഹ്റുവിന് പിന്മാറേണ്ടി വന്നു. അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നെഹ്റു ബാബറി മസ്ജിദ് നിർമ്മിക്കുമായിരുന്നു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ച് നെഹ്റു വിഷയമുന്നയിച്ചപ്പോൾ ക്ഷേത്രത്തിന്റെ ചരിത്രം വ്യത്യസ്തമാണെന്നും പുനർനിർമ്മാണത്തിന് ആവശ്യമായ പണം സാധാരണക്കാരായ ഭക്തരാണ് കണ്ടെത്തുന്നതെന്നും പട്ടേൽ വ്യക്തമാക്കിയതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വഡോദരയിൽ ഏകതാ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जब पंडित जवाहरलाल नेहरू बाबरी मस्जिद के मुद्दे पर सरकारी खजाने से पैसा खर्च करने की बात जब उन्होंने छेड़ी थी, सरकारी खजाने से पैसा खर्च करके बाबरी मस्जिद बनवाई जानी चाहिए, उसका भी विरोध यदि किसी ने किया था तो गुजराती मां की कोख से पैदा हुए सरदार वल्लभ भाई पटेल ने ही किया था मेरे बहन भाई. और उस समय सरकारी पैसे से उन्होंने बाबरी मस्जिद नहीं बनने दिया. പട്ടേലിന്റെ പാരമ്പര്യം ഇല്ലാതാക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയാകാതിരുന്നതും അത്തരം കാരണങ്ങൾ കൊണ്ടാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നെഹ്റു സ്വന്തമായി ഭാരത് രത്ന അണിഞ്ഞപ്പോഴും പിന്നീടുള്ള കോൺഗ്രസ് സർക്കാരുകളും പട്ടേലിനെ മനഃപൂർവ്വം മറന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ തിളങ്ങുന്ന ചരിത്രം രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ജനം, ഡൽഹി.